നമസ്കാരം. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ്. എൻ്റെ ഒരു വീക്കെൻഡാണ് ഞാൻ കാണിക്കുന്നത്. വർക്കിംഗ് ഡേയ്സിലെല്ലാവരും അവരവരുടെ പണിയിൽ ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ. ജോലിക്ക് പോകുന്നവരങ്ങനെ, വീട്ടിൽ ജോലി എടുക്കുന്നവരങ്ങനെ വീക്കെൻഡ് ആകുമ്പോഴാണല്ലോ നമുക്കൊക്കെ ഒരു റിഫ്രഷിങ് ടൈം. സത്യം പറഞ്ഞാൽ പണിയെടുക്കുന്ന സമയം ഒഴിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ റിഫ്രഷിങ് ടൈമാണ് കേട്ടോ. അതുകൊണ്ട് വീക്കെൻഡ് ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ഓഫ് കോഴ്സ് ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആട്ടോ. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും എത്ര നേരം മെനു നോക്കിയാലും ലാസ്റ്റ് ഓർഡർ ചെയ്യുന്നത് ബിരിയാണി ആയിരിക്കും. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ ലെമൺ റൈസാണ് ഓർഡർ ചെയ്തത്. വേറെ പല റെസ്റ്റോറൻറ്റിൽ നിന്നും ഞാൻ ഈ ലെമൺ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിരുന്നില്ല. ലെമൺ റൈസ് എന്ന പേരിന് നീതി പുലർത്തിക്കൊണ്ട് പ്ലേറ്റ് മുഴുവൻ നാരങ്ങയുടെ പീസസ് ആയിരുന്നു കേട്ടോ. ആ കണ്ട ഒരു ആക്രാന്തത്തിൽ അങ്ങ് കഴിക്കുവാണ്. ഒരു ചിക്കൻ ഫ്രൈ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. എന്ന് വെച്ച് ഫുഡ് വേസ്റ്റ് ചെയ്യൊന്നുമില്ല, അതെല്ലാം ഞങ്ങൾ ഒപ്പിച്ചെടുത്തു. ആ റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ ബേക്കറിയിലേക്ക് ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെയും കയറും. ഞാൻ എപ്പോഴും ചോക്കോലാവയാണ് കഴിക്കാറ്. ഇപ്പോൾ എനിക്കൊരു ആപ്പി ഫിസ് വേണമെന്ന് തോന്നി, ഒരു കുട്ടി ആപ്പി ഫിസ്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ബാക്കി ഞാൻ പിടിച്ച് വാങ്ങി കഴിക്കുകയും ചെയ്തു, ആപ്പി ഫിസും കുടിച്ചു. പിന്നെ ഇവരുടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഹൈപ്പർ മാർക്കറ്റും കൂടിയുണ്ട്. തൽക്കാലം ഞങ്ങൾക്കൊന്നും വാങ്ങാനില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല. എനിക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാനിഷ്ടം ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് കേട്ടോ. കൊടും കാട്ടിലൂടെ പോവുകയാണെന്ന് തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. ചുറ്റിനും മലകളും മരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ്. കുറച്ച് തണുപ്പ് സമയത്ത് പോയാൽ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും നമുക്ക്. അത്രയും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണെന്ന് തോന്നും. ഇവിടെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു രാത്രി പന്നികളൊക്കെ ഇറങ്ങാറുണ്ട് എന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്, പാറയുണ്ട്. അപ്പോൾ ഭയങ്കര, പക്ഷേ ഒരു സിറ്റി ലൈഫ് ബഹളത്തിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ട്രാവൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ മിക്ക വീക്കെൻഡിലും ഈ ഭാഗത്തേക്കാണ് വരാറ്. ഇത് ആക്ച്വലി കാടിനകത്തൂടെ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ ആക്ച്വലി റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊക്കെയാണ്. നമുക്ക് ആ ഒരു ഫീല് തരും എന്നാണ് ഉദ്ദേശിച്ചത്. കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണെന്നറിയോ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അത്രയും നമ്മൾ പൊന്മുടിയിലൊക്കെ പോയി നിൽക്കുന്ന പോലത്തെ ഫീലാണ്. ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുമ്പോൾ പിന്നെ മനസ്സ് റിഫ്രഷ് ആവാൻ വേറൊന്നും വേണ്ടല്ലോ. പിന്നെ കാഴ്ചകൾ മാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് അധിക ദൂരമൊന്നുമല്ല നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നല്ല നാടനായിട്ടുള്ള കപ്പ, തേങ്ങ, വെജിറ്റബിൾസ് ഒക്കെ നല്ല നാടനായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. കാര്യം നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിലും അങ്ങനെയുള്ള വലിയ വലിയ ഷോപ്പിലൊക്കെ പോയിട്ടല്ലേ വാങ്ങുന്നത്. ഇവിടെ അവരവരുടെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് പ്രകൃതി ഭംഗികളും കാടും മലയും നല്ല നാട്ടിൻപുറത്തെ വിശേഷങ്ങളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. I'm an ocean of love, and you're scared of water.